എത്രയൊക്കെ പറഞ്ഞാലും ഈ സൊസൈറ്റിയിൽ കുറേ ആൾക്കാർ ഇപ്പോഴും മാറിയിട്ടില്ല. വേറൊരാളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവർക്ക് എന്താ വിശേഷമാവാത്തത്, എന്താണ് കല്യാണം ആവാത്തത്, ഇങ്ങനത്തെ പല ടെൻഷൻ അവർക്കാണ് കൂടുതലും ഉള്ളത്. ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാനും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ ജസ്റ്റ് ഡെയിലി മൈ ലൈഫാണ്, ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസത്തെ വീഡിയോ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. ഓഡിയോ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ പോവാണ്. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. കിച്ചണിൽ ഞാൻ വന്ന് എല്ലാം ചെയ്തു, പക്ഷേ ഫ്രിഡ്ജ് മാത്രം ഞാൻ ശ്രദ്ധിച്ചില്ല. 2 ആഴ്ച ആയിട്ട് പച്ചക്കറി ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഓർഗനൈസ് ചെയ്തില്ല. അപ്പോൾ ശരി ആയിക്കോട്ടെ, ഈ വീഡിയോ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫ്രിഡ്ജിൻ്റെ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് അത് മുഴുവനും ക്ലീൻ ചെയ്ത് വെച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം അൺഓർഗനൈസ്ഡ് ആണ്, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അൺഓർഗനൈസ്ഡ് ആയിരിക്കുന്ന സാധനം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡെയിലി ലൈഫിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളും ഒന്ന് ഫുൾ സ്റ്റോപ്പ് ആയി പോവുമായിരുന്നു. പച്ചമുളക് എവിടെയൊന്നും കാണുന്നില്ല, ഇഞ്ചി കാണുന്നില്ല, തക്കാളി എവിടെയൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ലൊരു ഫൈൻ ഡേ കണ്ടിട്ട് ഞാനിത് ഓർഗനൈസ് ചെയ്യാൻ പോയത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓർഗനൈസറൊക്കെ നമ്മൾ നല്ല കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ എല്ലാ ഓർഗനൈസർ എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓർഗനൈസ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം എനിക്ക് കുക്കീസിൻ്റെ കൂടെ കിട്ടിയ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോക്സസ് ഉണ്ട്, അത് കൊണ്ടാണ് ഞാൻ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ തുടച്ച് മാറ്റി ഈ ഒരു ബോക്സിലാക്കി നാളത്തേക്കുള്ള പച്ചക്കറി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സ് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഈ പ്രാവശ്യം ഒരു പുതിയ ബേക്കറി തുടങ്ങിയപ്പോൾ ഹോം മെയ്ഡ് കുക്കീസ് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചാണ് കുക്കീസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഇങ്ങനെ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പച്ചക്കറി അരിഞ്ഞ് വയ്ക്കാൻ വേണ്ടി ഏറ്റവും സേഫ് ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത ടോപ്പിക്ക് വേറൊന്നുമല്ല, നമ്മൾ ഇത്രയൊക്കെ കാലം മാറിയിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും നിന്ന് നമ്മളറിയത്തില്ലെങ്കിലും നമ്മളെ കുറ്റം പറയാനും, അല്ലെങ്കിൽ ചുറ്റുമുള്ള നെയ്ബേഴ്സിനെ കുറ്റം പറയാനും, അല്ലെങ്കിൽ ഒരാളുടെ വിവാഹം കഴിഞ്ഞെങ്കിൽ അപ്പോൾ തന്നെ ചോദിക്കാൻ തുടങ്ങും വിശേഷമൊന്നായില്ലേ എന്ന്. പക്ഷെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല, വേറെ അറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്ത് പറ്റി, അമ്മായിയമ്മയായിട്ട് പിണങ്ങിയിരിക്കുകയാണോ, അമ്മായിയമ്മയായിട്ട് പ്രശ്നമാണോ, എന്താണ്, ഭർത്താവായിട്ട് പിണക്കാണോ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഒന്നും നമ്മളത്ര ഫീലൊന്നും ആവാറില്ല. കാരണം ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാ ആൻറ്റിമാരും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത്ര കാര്യമൊന്നും ആക്കിയൊന്നുമില്ല. പിന്നെയാണ് നമ്മൾ ഈ സമയത്ത് ഇപ്പോഴൊക്കെ എത്തുമ്പോഴേക്ക് ഇത്ര കാലം മാറിയിട്ടും ആൾക്കാരുടെ ചിന്തകൾ മാറിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇപ്പം ഒരാൾ ഇപ്പോൾ വൈഫായിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ചിലപ്പോൾ അവരുടെ ജോലി തിരക്ക് കാരണം അല്ലെങ്കിൽ ജോലി കാരണം ദൂരെ താമസിക്കുകയായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ഓരോരോ ആൾക്കാർ ഓരോരോ ക്വസ്റ്റ്യനും കാര്യങ്ങളുമായിട്ട് തുടങ്ങും. അത് മാത്രമല്ല, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 മാസം 2 മാസം അല്ലെങ്കിൽ 1 വർഷം ആകുമ്പോഴേ തുടങ്ങും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറിൻ്റെ അഡ്രസ്സ് തരട്ടെ, ഡോക്ടറിനെ പോയി ചെന്ന് കാണിക്കണോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര ദേഷ്യം വരുമല്ലേ. ദേഷ്യം മാത്രമല്ല, ആ ആളോട് തന്നെ നമുക്കൊരു വല്ലാത്തൊരു വെറുപ്പ് തോന്നും. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നു. പക്ഷേ ഇതേ അവസ്ഥ അവരുടെ വീട്ടിൽ സംഭവിക്കുമ്പോഴോ, അപ്പോഴല്ലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ കോൺടാക്റ്റ് വയ്ക്കാതിരിക്കുക, നമ്മുടെ ലൈഫിൽ നിന്ന് അവരെ മാറ്റി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാനത് തന്നെയാണ് എപ്പോഴും പറയുന്നത് വീഡിയോയിൽ. ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് കൂടുതൽ കണക്ഷൻ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് അവർക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരെന്നെ അവോയ്ഡ് ചെയ്യാമെന്നൊന്നും മനസ്സിലാക്കിക്കോട്ടെ, അതിൽ സാരമൊന്നുമില്ല. കാരണം നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരാളും നിങ്ങളുടെ ലൈഫിൽ വേണ്ട. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ അതിൽ ഡിസ്റ്റർബ് ചെയ്യുവാണ്, നിങ്ങളെ വെറുതെ വന്ന് മൈൻഡൊക്കെ നിങ്ങൾ സ്ട്രെസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക്
പറയാൻ എളുപ്പമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇരുന്ന് പറയുവാണ് മൈൻഡ് ചെയ്യേണ്ട അങ്ങനെയൊക്കെ, പക്ഷേ നമ്മൾ അത് ഫോളോ ചെയ്യാൻ ഇച്ചിരി പാടാണ്. കാരണം എനിക്കറിയാം അത് ഫോളോ ചെയ്യാൻ പാടാണ്. പക്ഷെ പിന്നെയും നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കാൻ നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ കാര്യം ഇപ്പം വീട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വീട്ടു ജോലി നോക്കുന്ന ഹൗസ് വൈഫ്സ് ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല, വേറൊന്നും ചെയ്യാനില്ല, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമാണ് നോക്കേണ്ടത്. എന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് സൺഡേ ആണെങ്കിൽ മൺഡേ ഉള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അതൊക്കെ ഒരു ഡയറിയിൽ പ്ലാൻ ചെയ്യാം. അതൊക്കെ പ്രീ മീൽ പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാബേജ് തോരനാണെങ്കിൽ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക. നാളെ അല്ലെങ്കിൽ നിങ്ങൾ പനീർ ഉണ്ടാക്കുവാണെങ്കിൽ പനീരൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക, ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹൗസ് വൈഫ് വേറെ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, കുട്ടികളില്ല, വീട്ടിൽ ഒറ്റയ്ക്കാണ് ഹസ്ബൻഡും വൈഫ്. അപ്പോൾ മൈൻഡ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ചിന്തകളുമായിട്ട് നടക്കും. അത് മാത്രമല്ല ഒത്തിരി ഹൗസ് വൈഫിന് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ അടുക്കളയിൽ തന്നെ നമുക്ക് എങ്ങനെ ഒന്ന് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം. പറഞ്ഞാൽ അടുക്കളയിൽ 24 മണിക്കൂർ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അടുക്കള കാര്യങ്ങളിൽ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാം. വേറെ കാര്യങ്ങളിൽ നമുക്ക് ടൈം ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം പുതിയ പുതിയ സ്നാക്സൊക്കെ നിങ്ങൾക്ക് തയ്യാർ ചെയ്യാം, യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യൂട്യൂബ് എപ്പോഴും നിങ്ങൾ 24 hours യൂട്യൂബിനെ തന്നെ പ്രതീക്ഷ വച്ചിരിക്കില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്, യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, അത് സൈഡ് ബൈ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കും കൂടിയാണ്, ഒരു ചെറിയ ലക്കും കൂടിയാണെന്ന് പറയാം. കാരണം ഈ യൂട്യൂബിലൊക്കെ വന്നിട്ട് ഞാൻ ഏകദേശം ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞിട്ടോ, 8 വർഷമൊക്കെ ആയി. പക്ഷേ എനിക്ക് വേറൊരു ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ അങ്ങനെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പക്ഷേ പിന്നെ എനിക്ക് എന്താ പറഞ്ഞാൽ, ഇങ്ങനെ 8 വർഷമായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു അഡിക്ഷൻ ടൈപ്പാണ്, ഒരു ഹാബിറ്റായി പോയി. അപ്പം ഞാൻ ചിലപ്പം ഒന്ന് ഡീമോട്ടിവേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കും ഇടണം എന്ന് എനിക്കൊരു ചിന്തയാണ്. അപ്പം ഞാൻ എപ്പോഴും കമ്പൾസറി വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമയം കിട്ടണം എന്നൊന്നുമില്ല. എനിക്കും കുട്ടികളൊക്കെ ഉണ്ട്, അവർ സ്കൂളിൽ പോകും, അവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ടൈം കിട്ടാൻ ഇച്ചിരി പാടാണ്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് സാലറി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എപ്പോഴേലും ലൈഫിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഉയർച്ച കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കൊരു ജോബ് ടൈപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു ജോബ് ടൈപ്പായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ വരുവാണെങ്കിൽ സ്ട്രെസ് ഒന്നും എടുക്കാതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ഇനിയും ഗ്രോ ആവാനുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്താനുള്ള കുറേ കാര്യങ്ങളുമായിട്ട് നടക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ. നാളെ നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ അവരൊന്നും വന്ന് ഇരിക്കത്തില്ല.